അസ്സലാമു അലൈക്കും പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു കാരണം കൊണ്ടു തന്നെയായിരിക്കും. ഒരുപക്ഷെ മനസ്സ് വളരെ ഭാരമുള്ള അവസ്ഥയിലായിരിക്കും. ഒരുപാട് ശ്രമിച്ചിട്ടും പല കാര്യങ്ങളും നടക്കാതെ പോകുന്നുണ്ട്. കടങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും കുടുംബ ബുദ്ധിമുട്ടുകളും നമ്മളെ ഉള്ളിൽ നിന്ന് തകർത്തുന്ന സമയത്തിലൂടെയാകാം നമ്മൾ കടന്നു പോകുന്ന ഓരോ ദിവസവും. സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളുടെ കണ്ണീര് കാണുന്ന, നമ്മുടെ ഉള്ളിലെ വേദന അറിയുന്ന, നിങ്ങൾ രാത്രി രഹസ്യമായി ചെയ്യുന്ന ദുആ ചെയ്യുന്ന റബ്ബ് നമ്മളെ കൂടെയുണ്ട്. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം നമുക്ക് ഏറ്റവും അധികം പങ്കുവെക്കാൻ കഴിയുന്ന നമ്മുടെ അല്ലാഹുവിനോടാണ്. അവൻ കേൾക്കാത്ത കാര്യങ്ങളില്ല, അറിയാത്ത ഇതില്ല. അതുകൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക, അവസാനം വരെ കൂടെ കേൾക്കുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വളരെ ശക്തമായ ഒരു ദുആയാണ്. അല്ലാഹുവിൻ്റെ മഹത്തായ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന, ദുആ സ്വീകരിക്കപ്പെടാൻ സഹായിക്കുന്ന ഒരു അമൂല്യമായ ദുആയും പ്രാർത്ഥനയുമാണ്. ഈ ദുആ നിങ്ങൾ ഇന്നു മുതൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തി തുടങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും സമാധാനവും മാറാത്ത രീതിയിൽ പ്രവേശിക്കും. ആ ദുആയാണിത്. ഇത് ഒരുപാട് നമ്മുടെ മനസ്സിൽ തട്ടി ദുആ തരുന്ന റബ്ബിൽ അത് കേൾക്കുക തന്നെ ചെയ്യും. അത് അത്രയും പോരിശയുള്ളതും ഒരുപാട് നാമങ്ങൾ ചേർന്നതും മുത്തുനബിയുടെ സ്വലാത്തുകൾ ചേർന്നതും ആയൊരു ദുആയാണ്. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അന്ത യാ മന്നാനു യാ ബദീഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരുപാട് അർത്ഥങ്ങളും ഗുണങ്ങളും വരുന്നതാണ് ഈ ദുആ. അല്ലാഹുവേ, നിന്നെയല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല. എല്ലാം ദാനം ചെയ്യുന്നവനെ, ആകാശം ഭൂമി അപൂർവമായി സൃഷ്ടിച്ചവനെ, മഹത്വവും ബഹുമാനമുള്ളവനെ, എന്നേക്കുമായി ജീവിക്കുന്നവനെ, എല്ലാം നിലനിർത്തുന്നവനെ, ഞങ്ങളുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവരുടെ കുടുംബത്തിനും സഹാബാക്കൾക്കും സ്വലാത്തും സലാമും നൽകണമേ. ഈ ദുആയുടെ പ്രത്യേകത, ഇതിൽ അല്ലാഹുവിൻ്റെ ശക്തമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്നയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. യാ മന്നാൻ, എല്ലാം നൽകുന്നവൻ. യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ. ഹദീസുകളിൽ പറയുന്നത് പോലെ ഈ നാമങ്ങൾ വിളിച്ച് ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളും ദുആ സ്വീകരിക്കുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുമുണ്ട്. നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടതിനെല്ലാം നമ്മുടെ റിസ്ക് വരുമാനം വർദ്ധിക്കും. കടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. ദുആ വേഗം സ്വീകരിക്കപ്പെടും. എന്തെല്ലാം ദുആ നമ്മൾ ചെയ്യുന്നു അതെല്ലാം പെട്ടെന്ന് സ്വീകരിക്കപ്പെടാൻ ഈ ദുആ ചെയ്യും. നമ്മുടെ ഹൃദയം അല്ലാഹുവിന് അടുപ്പം കൂടുതലായിരിക്കും. സഹോദരങ്ങളെ, ഈ ദുആ ഒരു ദിവസം മാത്രം ചൊല്ലി നിർത്തരുത്. സുബഹിക്ക് ചൊല്ലുന്നതിന് ഏറ്റവും ഉത്തമം. സുബഹിക്ക് നിസ്കാര ശേഷം കുറഞ്ഞത് ഒരു 3 തവണയെങ്കിലും ചൊല്ലുക. അല്ലെങ്കിൽ 11 തവണയോ നമുക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ ചെയ്യാം. കുറഞ്ഞത് ഒരു 21 ദിവസം തുടർച്ചയായി ചെയ്യാൻ നോക്കുക. ഓരോ ദിവസവും പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ദുആ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇനി കൈ താഴ്ത്തുന്നതിന് മുമ്പ് ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിലെ വേദന അല്ലാഹുവിനോട് തുറന്നു പറയൂ. ആർക്കും പറയാൻ കഴിയാത്ത നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ നമ്മുടെ റബ്ബിനോട് പറയൂ. കാരണം നമ്മൾ കരയുമ്പോൾ കേൾക്കാൻ നമ്മൾ മൗനമായി വിളിക്കുമ്പോൾ ഉത്തരം നൽകുന്ന നമ്മുടെ റബ്ബാണ് അല്ലാഹു. ഇപ്പോൾ നമ്മുടെ ആവശ്യം പറയുക. റിസ്ക്കാണെങ്കിൽ റിസ്കിന് വേണ്ടി, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, സന്താനമാണെങ്കിൽ സന്താനം, സമാധാനമാണെങ്കിൽ സമാധാനം. എന്തിനു വേണ്ടിയാണോ നമ്മളുടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിനു വേണ്ടി കൈകളുയർത്തി ഈ ദിക്ർ ചൊല്ലിയതിന് ശേഷം അല്ലാഹുവിനോട് മനസ്സുരുകി ദുആ ചെയ്യൂ.
അതിനുശേഷം യാ അല്ലാ, ഞാൻ നിന്നെ വിട്ട് ആരെയും വിളിക്കുന്നില്ല, എൻ്റെ കാര്യങ്ങൾ നീ തന്നെ ശരിയാക്കി തരണമേ, നീയല്ലാതെ മറ്റൊരിലാഹില്ല, നീ ഞങ്ങൾക്ക് കാത്തുരക്ഷിക്കണമേ. അതിനുശേഷം നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി 2 കൈയും മുഖത്ത് തേച്ച് താഴ്ത്തുക. ഇത് ഓരോ ദിവസവും ചെയ്യുക. ഒരിക്കലും നിരാശകരാകരുത്. അള്ളാഹു വൈകിപ്പിക്കാം, പക്ഷേ നിരസിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും നമുക്ക് ദുആയ്ക്ക് ഉത്തരം കിട്ടും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സഹായമാണ് എൻ്റെ നേട്ടം ഇൻഷാ അല്ലാഹ്.